ഹലോ ഗായ്സ്, ഞാനിന്നൊരു തമിഴ് മൂവി കണ്ടായിരുന്നു. JBB എന്ന തമിഴ് മൂവിയാണത്. എനിക്ക് അതിൻ്റെ ഡയറക്ടറിൻ്റെ അടുത്ത് ഒറ്റ കാര്യം വെച്ച് ചോദിക്കുകയുള്ളൂ, എന്തിനാണ് മനുഷ്യനെ ഇങ്ങോട്ട് കരയിപ്പിക്കുന്നത്. ആക്ച്വലി കിടിലൻ പടമാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഉർവശിയുടെ അഭിനയം എന്ന് പറഞ്ഞാൽ എടുത്തു പറയേണ്ടതാണ്. നമ്മൾ എന്തുകൊണ്ട് ആ നടീനെ അച്ചുവിൻ്റെ അമ്മ സിനിമ കഴിഞ്ഞതിന് ശേഷം ഇത്രയും നല്ല രീതിയിൽ ഉപയോഗിച്ചിട്ടില്ല എന്നുള്ളൊരു ചോദ്യചിഹ്നം എൻ്റെ മനസ്സിൽ ഉരുത്തിരിഞ്ഞു വന്നു. കാരണം എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് മനോഹരമായിട്ടാണ് ഉർവശി അതിൽ പെർഫോം ചെയ്തിട്ടുള്ളത്. മനോഹരമായുള്ളൊരു ആക്ടിങ് സ്കില്ലാണത്. പുള്ളിക്കാരത്തിൻ്റെ ഒരു സിഗ്നേച്ചറുണ്ട്, അത് ആ സിനിമയിൽ കാണാനായിട്ട് സാധിക്കും. നല്ല രീതിയിൽ എങ്ങനെ ഒരു കലാകാരിനെ യൂട്ടിലൈസ് ചെയ്തു എന്ന് നമുക്ക് ആ സിനിമയിൽ വായിച്ചെടുക്കാൻ പറ്റും. ഈ സിനിമ മനുഷ്യനായിട്ട് സംസാരിക്കുന്നുണ്ട്. തമിഴ് പടങ്ങളിലൊന്നും നല്ല പടം ഇറങ്ങുന്നില്ല എന്ന് പറയുന്നുണ്ട്. ആക്ച്വലി അവർക്ക് ഉള്ളൊരു മറുപടിയാണിത്. പക്ഷേ അവിടെയും ഒരു മലയാളത്തിലുള്ളൊരു നായിക വേണം എന്നുള്ളത് എനിക്ക് മനസ്സിൽ വളരെയധികം സന്തോഷം തരുന്നൊരു കാര്യമാണ്. ഈ സിനിമ കണ്ടുകൊണ്ടിരുന്നപ്പോൾ ഫസ്റ്റ് എന്ന് പറയുന്നത് വേറൊന്നുമല്ല, ഒരു അമ്മയെ തേടി പോകുന്നൊരു യാത്രയാണ്. അമ്മ വീട് വിട്ട് ഇറങ്ങിപ്പോകുന്നു, പോയെത്തുന്നത് കൊൽക്കട്ടയിലാണ്. അങ്ങനെ മക്കൾ പോലീസുകാർ വിളിക്കുന്നു എന്ന് പറഞ്ഞാൽ കൊൽക്കത്തയിലുള്ള പോലീസ് സ്റ്റേഷനിൽ പുള്ളിക്കാരത്തി അവിടെ എത്തിയിട്ടുള്ളെന്നുള്ള റിപ്പോർട്ട് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങളവിടെ പോയിട്ട് അമ്മേനെ അവിടെ പോയി അവർ കൊണ്ടുവരാനായിട്ട്. അപ്പോൾ ഇവർ പോകുന്ന യാത്രയാണ്. ഇതിനിടയ്ക്കുള്ള കുറേ കുടുംബ പ്രശ്നങ്ങൾ ഇതിൽ പറഞ്ഞു പോകുന്നുണ്ട്. 5 മക്കളുണ്ട് ഈ അമ്മയ്ക്ക്. അപ്പോൾ ഇവർ തമ്മിൽ സ്വാഭാവികമായിട്ട് പ്രശ്നങ്ങളുണ്ടാവും. അപ്പോൾ അത് പറയുന്നുണ്ട്. ഇപ്പോൾ ഫ്ലാഷ് ബാക്കിലോട്ട് പോകുന്നുണ്ട് ഈ സിനിമ. അങ്ങനെ വളരെ നല്ല രീതിയിലാണ് ഈ സിനിമ മുന്നോട്ട് പോകുന്നത്. പിന്നെ ഉർവശിയുടെ ആക്ടിങ്, ആ ഒരു പ്രസൻസ് വരുന്ന സമയത്ത് വളരെ മനോഹരമായിട്ടുള്ള രീതിയിൽ ഇത് പോർട്രേറ്റ് ചെയ്തിട്ടുണ്ട്. ഞാനിത് കണ്ടപ്പോഴേക്കും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അവരവിടെ പോകുന്നതും ആ ഒരു ജേണിയും ആ ഒരു ഫ്ലാഷ് ബാക്കും ഇടയ്ക്കിടയ്ക്ക് കാണിക്കുന്നത്, അതെന്ന് പറഞ്ഞാൽ എഡിറ്റിങ്ങും സന്ദർഭോചിതമായിട്ടുള്ള രീതിയിലുള്ള ഫ്ലാഷ് ബാക്കിൻ്റെ പ്രസൻറ്റേഷനും, പിന്നെ ഇവർ തമ്മിലുള്ള പ്രശ്നം എത്ര രൂക്ഷമാണെന്ന് കാണിക്കുന്നതും, ആ അമ്മയും മക്കളും തമ്മിലുള്ളൊരു ബോണ്ടിങ്ങും. ഒരു സാധാരണ കുടുംബം, പക്ഷേ അവർ സ്നേഹിക്കുന്നുണ്ട്. ആ സ്നേഹത്തിന് വളരെയധികം വില കൊടുക്കുന്നുണ്ട്. ഇപ്പോഴേക്കൊന്നും നമ്മുടെ ഒരു ജനറേഷനിൽ അങ്ങനെ പറയാൻ പറ്റത്തില്ല. നമ്മളെന്തിനാണ് ഒരു കമ്പാരിസൺ നടത്തുന്നത്. ഈ സിനിമയെക്കുറിച്ച് പറയുകയാണെങ്കിൽ മനോഹരമായുള്ള രീതിയിൽ എടുത്തിട്ടുണ്ട്. ഉർവശി നല്ല രീതിയിൽ പെർഫോം ചെയ്തിട്ടുണ്ട്. അവസാനം നിങ്ങൾക്ക് കുറച്ചുകൂടെ ഫീൽ ഗുഡ് തരാനായിട്ട് ഒരു കാര്യം കൂടെ അവർ പറയുന്നുണ്ട്. ഈ സിനിമ ഒരു നടന്നൊരു സംഭവമാണ്. അങ്ങനെ പറയുമ്പോഴേക്കും നമുക്ക് നല്ലൊരു സിനിമ കണ്ടിറങ്ങിയൊരു ആത്മസംതൃപ്തിയും, ഇത് നടന്നല്ലോ എന്നുള്ളൊരു ആത്മസംതൃപ്തിയും നമ്മുടെ മനസ്സിലോട്ട് വരുന്നുണ്ട്. കുറേയധികം നല്ല മനുഷ്യരെ ഈ സിനിമയിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഒരു ഫീൽ ഗുഡ് മൂവി ഇഷ്ടമാണെങ്കിൽ പോയി കാണുക. ഇതിലുള്ള സെൻറ്റിമെൻറ്റ്സ് എന്ന് പറയുന്നത് വേറൊന്നുമില്ല, അങ്ങനെ സെൻറ്റിമെൻറ്റ്സ് ആയിട്ടൊന്നും ഇല്ല. പക്ഷേ ഒരു ബോണ്ടിങ് അത് കാണുമ്പോൾ, അത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ കണ്ണ് നിറഞ്ഞു പോകും. KGF എന്നുള്ളൊരു സിനിമയ്ക്ക് ഇത്രയധികം ശക്തമായുള്ളൊരു ഇമ്പാക്റ്റ് കിട്ടാൻ കാര്യമെന്ന് പറയുന്നത് ആ ഒരു അമ്മ എന്നുള്ളൊരു ശക്തി അവിടെ വന്നതുകൊണ്ടാണ്. അത് എല്ലാ ജീവജാലങ്ങൾക്കും ഒന്ന് തന്നെയാണ്. എനിക്കായാലും ശരി തന്നെ, അത് നിങ്ങൾക്കായാലും ശരി തന്നെ. അപ്പോൾ എന്തായാലും അത് സിനിമ നമ്മളടുത്ത് സംസാരിക്കുന്നുണ്ട്. സിനിമ നിങ്ങൾ പോയി കാണൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമോ ഇല്ലേ എന്നുള്ളത് എനിക്കറിയത്തില്ല. എനിക്ക് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു. ശരി, അപ്പം അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ.